വീണ വിജയന് നാളെ നിർണായകമാണ്. നിർണായകമെന്ന് പറഞ്ഞാൽ പറ്റില്ല, അതിനിർണായകമാണ്. ക്ലിഫ് ഹൗസിൽ ചങ്കിടിപ്പുകൾ കൂടിക്കൂടി വരുന്നത് കേരള ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാം. കാരണം മകൾക്ക് കമലാ വിജയൻ പെൻഷൻ പറ്റിയ തുക കൊടുത്തു നൽകിയ എക്സാലോജിക് എന്ന കമ്പനി വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അത് എന്താണ് എന്ന് വിശദീകരിക്കാൻ SFIO സമൻസ് അയച്ചിട്ടുണ്ട്. ഈ സമൻസിന്റെ കോപ്പിയും കൂടെ വച്ചിട്ടാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് വീണ വിജയൻ ഓടിക്കയറിയത്. അതായത് കേരള ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകിയാൽ KSIDC നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ കേട്ടതാണ്. എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? മടിയിൽ കനമില്ല എങ്കിൽ പിന്നെ എന്തിനിത്ര ഭയം? കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനിത്ര ഭയം എന്നുള്ള തരത്തിൽ കോടതിയുടെ നല്ല അതിശക്തമായ പരാമർശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയിൽ ഇനി ഹർജിയുമായി ചെന്നാൽ വീണയ്ക്ക് അത്തരത്തിൽ ആ ഹർജി തള്ളാം, വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. അപ്പൊ വീണയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയി. കാരണം AKG സെന്ററിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടി വാരി എടുത്തിട്ട് അലക്കും എന്ന് വീണ മോൾക്ക് അറിയാം. പ്രത്യേകിച്ച് അച്ഛനെ അലക്കി 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 ഒരു പരുവമാക്കി വെച്ചേക്കാണല്ലോ. ഇനി മകളിലോട്ടാണ് എന്ന് വീണയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് ചെന്ന് കയറിയത്. ഈ സമൻസിന്റെ കോപ്പി വെച്ചിട്ട് ആദ്യം ഹർജി സമർപ്പിച്ചു. പിന്നെ അതിലെ തെറ്റുകൾ തിരുത്തി വീണ്ടും ഈ സമൻസിന്റെ കോപ്പിയും കൂടെ വച്ചിട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് SFIയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം, ഇതിനാവശ്യമായി എടുത്ത രേഖകളൊക്കെ തിരികെ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് എതിർകക്ഷികളുമാക്കിക്കൊണ്ടാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും വീണ വിജയനുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളൊക്കെ വന്നപ്പോഴും മകൾ നിരപരാധിയാണെന്ന് പിണറായി വിജയൻ എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങളെ? ഇല്ല, ഒരിക്കലും. തന്റെ കൈകൾ ശുദ്ധമാണ്, താൻ ശുദ്ധമാണ്, തന്റെ മടിയിൽ കനമില്ല, കുറെ നാൾ ഭാര്യയായിരുന്നു, ഇപ്പൊ മകളെ പറ്റി ഇങ്ങനത്തെ ഡയലോഗുകൾ അല്ലാതെ എപ്പോഴെങ്കിലും മകൾ നിരപരാധിയാണ്, എന്റെ മകൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പണം വാങ്ങിയിട്ടില്ല, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എന്നെപ്പോഴെങ്കിലും പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് CMRL കരിമണൽ കർത്തയുടെ ഡയറിയിൽ 135 കോടി പലർക്കും വീതിച്ചു നൽകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പല മതമേലധ്യക്ഷന്മാർ, പരിസ്ഥിതി പ്രവർത്തകർ, പല മാധ്യമ പ്രവർത്തകർ, അതിൽ BJPയിലെ പല നേതാക്കന്മാരുണ്ടാകാം, കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ടാകാം, അങ്ങനെ പലർക്കുമായി ഈ 135 കോടി രൂപ വീതിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ 1.72 കോടി രൂപയാണ് വീണ വിജയന് നൽകിയിരിക്കുന്നത്. അതെന്ത് സേവനത്തിനാണ് നൽകിയത് എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ചോദിച്ചു വരുന്നത്. ആ ചോദ്യത്തിനാണ് ഇന്ന് വരെ ഉത്തരം നൽകാത്തത്. എന്ത് സേവനത്തിന് 1.72 കോടി രൂപ വാങ്ങി? അത് മാത്രം വീണ വിജയൻ ഇതുവരെ വാ തുറന്ന് പറഞ്ഞിട്ടില്ല. വീണ അല്ലെങ്കിലും വാ തുറക്കുന്നില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. വീണ വിജയനെ അനുകൂലിക്കാനായി അല്ലെങ്കിൽ വീണ വിജയനെ സംരക്ഷിക്കാനായി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. കാരണം നേരത്തെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു പിണറായിയുടെ വാലിൻ തുമ്പിലാണ് ഈ ഇടതുപക്ഷം എന്നുള്ളതല്ല. ഇപ്പോ വീണ വിജയന്റെ വിരൽത്തുമ്പിലാണ് പാർട്ടി. വീണ പറയുന്നത് അനുസരിക്കാനും വീണ പറയുന്നത് കേൾക്കാനും വീണയ്ക്ക് വേണ്ടി, വീണ വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോൾ അന്തസ്സായി ആ സ്ഥാനം രാജിവെച്ച്, പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോയ മനുഷ്യനാണ് കോടിയേരി ബാലകൃഷ്ണൻ. മകൻ സ്വന്തമായി കമ്പനി തുടങ്ങി, അതിൽ ആരോപണവും കേസും ഒക്കെ വന്നപ്പോൾ നാണം കെട്ട് തല കുനിച്ച് ആ മനുഷ്യൻ നിന്നപ്പോഴും പാർട്ടി ഇടപെട്ടില്ല. കുടുംബം വേറെ പാർട്ടി വേറെ എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനം രാജിവെച്ച് മാന്യമായി ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. പിണറായിയുടെ സെയിം അവസ്ഥ തന്നെയാണ്. അതായത് മകൾ ഒറ്റയ്ക്ക് തുടങ്ങിയ കമ്പനിയാണ്, അതിൽ മറ്റാരുമില്ല, മകൾ മാത്രമാണ് ഡയറക്ടർ. അപ്പോ ഈ പ്രശ്നം വരുമ്പോഴും അന്തസ്സായി മകൾക്കെതിരെ, അതായത് നാളെ കർണാടക ഹൈക്കോടതി ഈ കേസ് തള്ളിയാൽ, ഹർജി തള്ളിയാൽ വീണ വിജയനെ 2 ദിവസത്തിനകം ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കിയിട്ടില്ല, SFIOക്ക് വീണ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന് മനസ്സിലായാൽ വീണയെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പിണറായി അന്തസ്സുള്ളവനാണ് എങ്കിൽ കോടിയേരി ചെയ്തതുപോലെ രാജിവെച്ച് മാറി നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം
അത് ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കസേര വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യത്തിനും അങ്ങേര് നിൽക്കില്ല. അത് നന്നായിട്ട് അറിയാം. മകൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് സ്വപ്ന പല ആവർത്തി പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നാണവും മാനവും ഇല്ലാത്തവരോട് പിന്നെയും ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ 1.72 കോടി രൂപയുടെ സേവനം എന്താണ്, അത് മാത്രമാണ് വീണയിൽ നിന്ന് അറിയേണ്ടത്. മാത്രമല്ല ഈ കമ്പനി എന്ത് സേവനമാണ് ചെയ്തത് എന്നാണ് SFIO ചോദിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്വേഷണ ഏജൻസി സമൻസ് നൽകിയിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഹാജരാക്കിയിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് എക്സാലോജി ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഗുരുതര കണ്ടെത്തലുകൾ നേരത്തെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും ROCയും കണ്ടെത്തിയിരുന്നു. ഇത് പുറത്തു വന്നതോടെയാണ് SFIO അന്വേഷണം ഊർജിതമാക്കിയത്. SFIOയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രേരിതമായി അവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി ഒരു കേസിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരല്ല. അവർ വളരെ ചരിത്രമുള്ളവരാണ്. അവർ കൃത്യമായ കേസുകൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കൽ എന്നൊന്നും പറയാൻ കഴിയില്ല. അവർ അത്രത്തോളം കൃത്യമായി അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ്. അവർക്ക് വീണ വിജയൻ ക്രമക്കേടുകൾ നടത്തി, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവർ വീണയെ പൊക്കും, കൊണ്ടുപോകും. കൃത്യമായ കാര്യങ്ങൾ വീണയിൽ നിന്ന് ചോദിച്ചറിയും. ഇനി ഏത് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നണം എന്ന് തീരുമാനിക്കേണ്ടത് SFIO ആണ്. കർണാടകയിൽ പോണോ അതോ കേരളത്തിൽ കിടന്ന് തിന്നാ മതിയോ എന്നൊക്കെ അവര് തീരുമാനിച്ചോളും.